ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മളെ എല്ലാ മേഖലയിലും സാക്ഷ്യമാക്കുന്നല്ലോ. സകല വിഷയത്തിന്റെ മേലും കർത്താവ് നമ്മളെ അനുഗ്രഹമാക്കി മാറ്റുന്നല്ലോ. നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. സ്വർഗത്തിലെ ദൈവം എല്ലാ മേഖലയിലും നമ്മളെ സാക്ഷ്യമാക്കി മാറ്റും. സകല വിഷയത്തിന്റെ മേലും കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. ദൈവപ്രവർത്തികളെ നമ്മൾ അനുഭവിക്കുന്ന സമയമാണ്. അതുകൊണ്ട് വലിയ പ്രതീക്ഷയോടെ കർത്താവിലുള്ള പ്രത്യാശയിൽ നമുക്ക് മുറുക്കെ പിടിക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവരെല്ലാം ഈ നിമിഷം പറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ പാപിയല്ല, ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൻ്റെ മേൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ഞാൻ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ അഭിഷേകത്തിനായി നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്ന് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെ എല്ലാ മേഖലയിലും സാക്ഷ്യമാക്കുന്നല്ലോ. കർത്താവിൻ്റെ വചനം പറയുന്നത് പോലെ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. നമ്മൾ വാലല്ല തലയത്രേ. ആമേൻ. നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. നന്ദിയോടെ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാത്തിലും നമ്മളെ സാക്ഷിയാക്കും. ഇന്നത്തെ ഭാരങ്ങൾ നിങ്ങൾ ഓർത്ത് മുന്നോട്ട് നിങ്ങളുടെ ഭാവി ഇതാകും എന്നോർത്ത് ആരും ഭാരപ്പെടരുത്. എൻ്റെ ഭാവി ഇന്ന് ഞാൻ കാണുന്നതല്ല. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഏറ്റവും നല്ലത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റ് പദ്ധതികളാണ് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. അതിനു മുമ്പായിട്ട് നമുക്കൊരു സാക്ഷ്യം ദൈവസന്നിധിയിൽ നിന്ന് കേൾക്കാം. അതിനുശേഷം നിങ്ങൾക്ക് പ്രാർത്ഥനയോടെ പോയി കേൾക്കാൻ പറ്റുന്നുണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. അത് പ്ലേ ചെയ്യുമ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സാക്ഷ്യം പറയാനായിട്ടാണ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ ഓഡിയോ? ഒന്നും കേൾക്കുന്നില്ല, ബ്ലാങ്കാ. ഒരു മിനിറ്റ്. സാക്ഷ്യം പറയാനായിട്ടാണ്. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. പിന്നെ 2-3 ആഴ്ചക്ക് മുമ്പ് ബ്രദർ അടയാളം പറഞ്ഞായിരുന്നു. മാല ഇങ്ങനെ ഒരു താലിമാല ഇങ്ങനെ കുളിക്കാൻ നേരം തൂക്കിയിടുന്ന ഒരാളാന്ന് പറഞ്ഞ അന്നേരം ഒരു മിനിമാമ എന്ന് പറയുന്ന ഒരാളെ ഏറ്റെടുത്തായിരുന്നു. അതെൻ്റെ അമ്മയുടെ ആങ്ങളയുടെ മോൻ്റെ വൈഫിൻ്റെ അമ്മയുടെ അനിയത്തിയായിരുന്നു. അപ്പം അത് ഏറ്റെടുത്തപ്പോൾ എനിക്കറിയില്ലായിരുന്നു അങ്ങനെ തൂക്കിയിടുന്നുണ്ട്. ഞങ്ങൾ അന്ന് തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കുഞ്ഞുങ്ങളില്ലായിരുന്നു, 8 വർഷം കുഞ്ഞുങ്ങളില്ലായിരുന്നു ഉണ്ടായത്. അപ്പം 5 മാസമായപ്പം ഇതുപോലെ കുഞ്ഞിനെന്തോ കുഴപ്പമുണ്ട്, അമ്നിയോസിന്തസിസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു ടെസ്റ്റ് ചെയ്തു. ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് വരുമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അന്ന് ബ്രദർ പറഞ്ഞു ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല, പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. റിപ്പോർട്ട് വന്നു, യാതൊരുവിധ കുഴപ്പമില്ല. ദൈവമേ ഒത്തിരി നന്ദിയുണ്ട്. ഓക്കെ ബ്രദർ. സഹായിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എനിക്കറിയത്തില്ല, സാക്ഷ്യം ആ സഹോദരി പറഞ്ഞതുപോലെ തന്നെ ഒരു താലിമാല ഊരി വെച്ചിട്ടുള്ള ഒരു വ്യക്തി വീടിൻ്റെ കണ്ണാടിയിലോ മറ്റോ ഇങ്ങനെ എവിടെയോ വെച്ചിട്ടുള്ള ഒരു ദൈവിക ആലോചന നിങ്ങൾ കേട്ടായിരുന്നു. അപ്പോൾ ആ പേരെന്തോ വെളിപ്പെട്ടത് കൊണ്ട് ആ അയച്ചയാൾ
അവർ പറഞ്ഞ് ശ്രദ്ധിച്ചോണം. ആ സൗകര്യ പ്രാർത്ഥനയിലുണ്ട്, എടുത്ത് ചോദിപ്പിക്കുന്നില്ല, കാര്യം ഓൾറെഡി സാക്ഷി അയച്ചതുകൊണ്ടാണ്. ആ സൗകര്യ പറഞ്ഞു അത് അയച്ചു കൊടുക്കും, അവർക്കും അറിയത്തില്ല. പക്ഷെ ആ പേര് വെളിപ്പെട്ട ആ വ്യക്തിക്ക് അയച്ചു കൊടുത്തപ്പം ആ വ്യക്തിയാണ് അവർക്ക് അതിശയമായപ്പോൾ. കാര്യം അവരങ്ങനെ ചെയ്ത ആളാണ്. അത് മാത്രമല്ല 8 വർഷം കൂടി കുഞ്ഞുണ്ടായതുകൊണ്ട് കുഞ്ഞിനൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അതിൻ്റെ വിഷയത്തിൻ്റെ അകത്ത് അവർ ഭാരപ്പെട്ടിരിക്കുമായിരുന്നു. എന്നാൽ ആ റിപ്പോർട്ടിൻ്റെ സമയത്ത് കർത്താവ് പറഞ്ഞു വലിയൊരു അത്ഭുതം ആ വ്യക്തിയുടെ മേൽ, ആ അടയാളം കർത്താവ് വെളിപ്പെടുത്തിയിട്ട് ആ വ്യക്തിയുടെ മേൽ ഒരു അത്ഭുതം ചെയ്യാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞു. ഇന്ന് ആ സാക്ഷ്യമാണ് നിങ്ങൾ കേട്ടത്. റിപ്പോർട്ട് വന്നപ്പോഴേക്കും രോഗവിവരത്തെ വെളിപ്പെടുത്തി അതേ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ യേശു അത്ഭുതം ചെയ്ത സാക്ഷ്യം കേൾക്കുവാൻ ഇടയായി തീർന്നു. ഇത് കർത്താവിൻ്റെ അത്ഭുതത്തിൻ്റെ സമയമാണ്. വിശ്വസിക്കുന്നവർ ദൈവപ്രവർത്തികൾ കാണുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ പാടുള്ള കാര്യമല്ല. പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്ക് വിശ്വാസം ഉണ്ടെന്നാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി പറയുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വിശ്വാസമുണ്ട്. പ്രത്യേകിച്ച് ആ വ്യക്തി വിശ്വസിക്കേണ്ട കാര്യമില്ല. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾക്കകത്ത് നമുക്കുണ്ടാകുന്ന ഉറപ്പാണ് വിശ്വാസം. മനസ്സിലാകുന്നുണ്ടോ? ദൈവം നമുക്കത് പറയുവാൻ കൃപ തന്നെങ്കിൽ, ദൈവത്താൽ ഇന്ന് പലർക്കും അത് പറയാൻ കഴിയുന്നില്ലല്ലേ. ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്ന് പലർക്കും പറയാൻ പറ്റുന്നില്ല. പക്ഷെ നിങ്ങൾക്കത് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ അകത്ത് വിശ്വാസമുണ്ട്. വിശ്വാസം ഉള്ളതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആർക്കെങ്കിലും ബ്രദർ എനിക്ക് മറ്റവരെ പോലെ വിശ്വാസമില്ല, ഇവരെ പോലെ വിശ്വാസമില്ല, ബ്രദറിൻ്റെ അത്ര വിശ്വാസമില്ല, അവരുടെ അത്ര വിശ്വാസമില്ല, ഇങ്ങനെ വിശ്വാസമില്ല, വേണ്ട, പറയാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? കർത്താവ് എനിക്ക് വേണ്ടി ആ വചനം പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഉറപ്പായും വിശ്വാസം ഉള്ളവരാണ്. ആമേൻ. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥനയിൽ ഇച്ചിരി വ്യത്യാസങ്ങൾ വന്നു. മിക്ക ദിവസങ്ങളിലും നമുക്ക് സൂമാണ് നടക്കുന്നെങ്കിൽ പോലും ചില ദിവസങ്ങളിൽ വ്യത്യാസങ്ങൾ വന്നു. ദൈവം എല്ലാം കറക്റ്റ് ചെയ്യട്ടെ. നിങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഒരു ഓർഡറായി വരാൻ വേണ്ടി എൻ്റെ ആഗ്രഹം മാത്രം, ദൈവത്തിൻ്റെ ആഗ്രഹം അങ്ങനെ തന്നെയാണ്. മുടങ്ങാതെ ഇത് മുന്നോട്ട് തന്നെ പോകണം. അത് കർത്താവ് അങ്ങനെ തന്നെ ചെയ്യും. എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. നമുക്ക് ഒരുമിച്ച് ദൈവവചനം നമുക്ക് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കേൾക്കാം. റോമർക്ക് എഴുതിയ ലേഖനം അധികം ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന അല്പനേരം സംസാരിച്ചതിന് ശേഷം നമുക്ക് പ്രാർത്ഥിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങളാണ്. നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ദൈവാത്മാവ് നടത്തുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാകുന്നു. നോക്കി, ദൈവാത്മാവ് നടത്തുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചിരിക്കുന്നത്. നാം മക്കളെങ്കിലോ അവകാശികളും ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളുമാണ്. ഇവിടെ നിങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ ഈ വാക്യത്തിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അവിടെ പറയുകയാണ് 16-ാമത്തെ വാക്യം, നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താൻ നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയുന്നു. ഇപ്പൊ നിങ്ങളൊരു സഹോദരി ഒരു സാക്ഷ്യം പറഞ്ഞില്ലേ, ദൈവം ഇടപെട്ട ഒരു ആലോചനയുമായി ബന്ധപ്പെട്ട രോഗത്തെ സൗഖ്യമാക്കിയ ഒരു സാക്ഷ്യം, പ്രവചനവും സൗഖ്യവും നമ്മൾ കേട്ടല്ലേ. ആ വ്യക്തിയുടെ ജീവിതത്തിൽ അവർ മാത്രം അറിയുന്ന ഒരു വ്യക്തിപരമായ ഒരു കാര്യവും, എന്നാൽ അതിലൂടെ തന്നെ ഇങ്ങനെയാണ് പറഞ്ഞത്, പ്രൊഫറ്റിക്കൽ ഹീലിംഗ് ആണ് സംഭവിച്ചത്. പ്രവചനത്തിലൂടെ ഒരു സൗഖ്യത്തെ പരിശുദ്ധാത്മാവ് ചെയ്തു. അങ്ങനെ സൗഖ്യമുണ്ട്. പ്രവചനത്തിലൂടെ സൗഖ്യം നടക്കുന്നതുണ്ട്, വെളിപ്പെട്ട് സൗഖ്യം നടക്കുന്നതുണ്ട്, അല്ലാത്ത സൗഖ്യമുണ്ട്. അപ്പൊ അത് എല്ലാത്തിലും നമ്മൾ പറയുന്നതാണ് സാക്ഷ്യം അല്ലെ. സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ദൈവം എന്താണോ നമുക്ക് ചെയ്തിരിക്കുന്നത് അതിനെ നാം വെളിപ്പെടുത്തുന്നതാണ് സാക്ഷ്യം. ബൈബിൾ പറയുന്ന ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കുന്നു. അപ്പൊ ഇവിടെ മറ്റൊരു കാര്യം പറയുന്നു. ഇവിടെ ആരാണ് സാക്ഷ്യം പറയുന്നത്? ഇവിടെ വിറ്റ്നസ് ആരാന്നറിയോ? പരിശുദ്ധാത്മാവ്. ഇവിടെ സാക്ഷ്യം പറയുന്നയാള്, ഇവിടെ ഈ ഒരു വിറ്റ്നസ് വെളിപ്പെടുത്തുന്നയാള് മറ്റാരുമല്ല, പരിശുദ്ധ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. ഇപ്പൊ പരിശുദ്ധാത്മാവ് മാത്രമേ ഈ ലോകത്തിൽ നാം ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്നുള്ളൂ അല്ലെ. നിങ്ങളിപ്പോ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ആരുടെ മകനാണ് മകളാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ ഒരു അഡ്രസ് ഉണ്ടല്ലേ. ലോകത്തിൽ ഒരു മനുഷ്യനും നിങ്ങളെ നോക്കി നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണല്ലോ, സകല പ്രപഞ്ചത്തെ നിർമ്മിച്ച ദൈവത്തിന്റെ മക്കളാണല്ലോ എന്ന് ലോകത്തിൽ ആരും പറയത്തില്ല. അതിന്റെ കാര്യം എന്താണെന്നറിയാവോ? അവർക്കൊരിക്കലും മനുഷ്യനത് പറയുവാൻ കഴിയത്തില്ല. പക്ഷെ ബൈബിളിൽ പരിശുദ്ധാത്മാവ് ഇത്ര ഉറപ്പിച്ചു പറയുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മക്കളെന്ന്. എൻ്റെ ആത്മാവിനെ പറഞ്ഞ് ബലപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ് എൻ്റെ ബുദ്ധിയോട് പറയാത്തത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ കാര്യം?
സാധാരണ നമുക്കറിയാം ബൈബിൾ പലയിടങ്ങളിലും നമ്മോട്, നിങ്ങളോട് എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളിൽ ഇവിടെ ആത്മാവിനോട് സാക്ഷ്യം പറയുന്നു. എന്താ ആത്മാവോട് പറയുന്നത് പറഞ്ഞാൽ, നമ്മുടെ ബുദ്ധിയോട് പറഞ്ഞൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നിങ്ങളും ഞാനും ഒക്കെ ഞാൻ ഇന്നാൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ, ബുദ്ധിക്ക് ഒരിക്കലും ഒരു അപ്ഡേഷൻ സംഭവിക്കത്തില്ല. ഈ ബുദ്ധിയെ ദൈവത്തിന് ഇതിന്റെ അപ്പുറത്തേക്കൊന്നും ചെയ്യുവാൻ ദൈവം ശ്രമിക്കുന്നില്ല. ദൈവം ചിലപ്പോൾ ശ്രമിച്ചേക്കാം, ഇപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നില്ല, ആഗ്രഹിക്കുന്നില്ലായിരിക്കാം. അല്ലെങ്കിൽ ദൈവം എന്തുകൊണ്ട് നമ്മുടെ ബുദ്ധിക്കകത്ത് പലതും തുറക്കുന്നില്ല? ദൈവം തുറക്കും. എന്നാൽ ഇവിടെ ബുദ്ധിയേക്കാൾ ഉപരി ദൈവം തന്റെ ആത്മാവോട് സംസാരിക്കുന്നതിന്റെ കാരണം, ആത്മാവിന്റെ പ്രത്യേകത ലിമിറ്റ് ഇല്ലാത്ത വ്യക്തിയാണ്. ആത്മാവിന് ലിമിറ്റ് ഇല്ല. ബുദ്ധിക്ക് നമുക്കറിയാം, നമ്മൾ പഠിച്ചതും കേട്ടതും അറിഞ്ഞതും ഞാൻ എപ്പോഴും പറയുന്നത് അല്ലേ, ഇതിനെല്ലാം ലിമിറ്റേഷൻ ഉണ്ട്, എല്ലാത്തിനും പരിമിതിയുണ്ട്. ഇന്ന് നിങ്ങളുടെ ഉദാഹരണം എപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ തന്നെ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്തൊരു ഈ രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ ഒരു അത്ഭുതം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ, ഒരു സാധാരണ ബുദ്ധിയുള്ള, ഇനി ബുദ്ധിജീവിക്കാണെങ്കിൽ പോലും ഒരു രാത്രിയിൽ വലിയ ഒരു വിഷയത്തിന്റെ അകത്ത് നിങ്ങൾ ഇരിക്കുന്നു വിചാരിച്ചു. ഇപ്പം നമ്മൾ ആ സാക്ഷ്യം തുടക്കത്തിൽ കേട്ടതുപോലെ തന്നെ ആ സഹോദരി പറഞ്ഞ വാക്ക് നമ്മൾ കേട്ടായിരുന്നല്ലോ. തൻ്റെ കുഞ്ഞ് 8 വർഷമായിട്ട് കാത്തിരുന്ന കുഞ്ഞുണ്ടായ കുഞ്ഞിന് രോഗം, ഇന്ന രോഗത്തിന്റെ അകത്താണെന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ടിന്റെ അകത്ത് അവർ ഭാരപ്പെട്ടിരിക്കുക, അവർ പ്രാർത്ഥനയെ കൂടുന്നവരെ അല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ഒരു കാര്യം വെളിപ്പെടുത്തുകയാണ്. ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഇന്നേ വരെ പ്രാർത്ഥനയ്ക്ക് വരാത്തൊരു വ്യക്തി, പക്ഷെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ കസിനാണ്. എന്നാൽ ആ വ്യക്തിക്ക് പോലും അറിയത്തില്ല ഈ വ്യക്തി താലിമാല ഊരി വെച്ചുകൊണ്ടാണോ, കണ്ണാടി മുമ്പിൽ വെച്ചിട്ടാണോ എല്ലാ ദിവസവും, അല്ലെങ്കിൽ അന്ന് പോയതോ പോകാൻ നിൽക്കുന്നതോ ഒന്നും അറിയത്തില്ല. ഇനി അങ്ങനെ ഒരു കാര്യം അറിഞ്ഞാൽ തന്നെ ആ സൗഖ്യം ചെയ്യുവാൻ മാനുഷിക ബുദ്ധിയിൽ കഴിയത്തില്ല. ഇത് രണ്ടും ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് ഉത്തരവില്ല അല്ലേ. എങ്ങനെ സംഭവിച്ചു, എങ്ങനെ മനസ്സിലായി, എങ്ങനെ സൗഖ്യം നടന്നു, എങ്ങനെ അത്ഭുതം നടന്നു? മാനുഷിക ബുദ്ധിയിൽ ഇതിന് ഉത്തരവില്ലാത്തത് കൊണ്ട് മനുഷ്യന്റെ ബുദ്ധിയോട് പറഞ്ഞിട്ട് കാര്യമില്ല. പകരം പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് സംസാരിക്കുന്നു. ആത്മാവിനോട് പറയുകയാണ്, നീ ദൈവത്തിന്റെ മകളാണ്, മകനാണ്. തൊട്ടുമുകളത്തെ വാക്യത്തിൽ പറയുന്നു, പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല. നോക്കി, ദാസന്റെ പ്രത്യേകത എന്തുവാ? യജമാനന്റെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നയാളാണ് ദാസൻ. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ജോലിക്ക് പോവുകയാണെങ്കിൽ ആ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഓണോ ക്രിസ്മസോ എന്തെങ്കിലുമൊക്കെ ഈസ്റ്ററോ വിഷുവോ ഒക്കെ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുമല്ലോ, വല്ല ബോണസും കിട്ടുമായിരിക്കും, എന്തെങ്കിലുമൊക്കെ അവർ സാലറിക്കകത്ത് ഒരു ഇൻക്രീസ് നമുക്ക് തരുമായിരിക്കും, ഇൻക്രിമെന്റ് നമുക്ക് തരുമായിരിക്കും അല്ലേ. നമുക്കെല്ലാം പ്രതീക്ഷ മാത്രമാണ്. കാര്യം ആ ഓണർക്ക് നമ്മളോട് തോന്നണം, കരുണ തോന്നണം, കനിവ് തോന്നണം, ദയ തോന്നണം. ഇതൊക്കെ തോന്നുന്നതിന്റെ പേരാണ് ദാസത്വം. യജമാനനും ദാസനും. ബൈബിൾ കുറച്ചുകൂടെ ദാസനെ, ഇന്നത്തെ കാലത്ത് നമുക്ക് ദാസന്മാരില്ല, ജോലിക്കാർ നമ്മൾ വിളിക്കുന്നത്. പക്ഷെ ഒരു കണക്കിന് മറ്റു രീതിയിൽ അന്നത്തെ കാലത്ത് ദാസൻ എന്ന് പറഞ്ഞാൽ അടിമയെന്ന് അതിൻ്റെ അർത്ഥം. ഇവിടെ പറയുവാണ്, നിങ്ങൾ ഭയപ്പെടരുത്. എന്താ ഈ ഭയപ്പെടരുതെന്ന് പറയാൻ കാരണം? ഭയം വരുന്നത് ലോകത്തിൽ നിന്നാണ്. എൻ്റെ കൂടെ എന്ന് പറഞ്ഞ്, എനിക്ക് ശക്തനായ ഒരു സ്വർഗസ്ഥനായ പിതാവുണ്ടെന്ന് പറ. എനിക്ക് ശക്തനായ പിതാവ്, ശക്തനായ അതുകൊണ്ട് ഞാൻ ഭയപ്പെടുന്നില്ല. ഹല്ലേലൂയ. ശക്തനായ ഒരു പിതാവ് ഉള്ളത് കൊണ്ട് എനിക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ പലപ്പോഴും മാനുഷിക ബുദ്ധിയിൽ നമുക്ക് ഭയം വരാറില്ലേ? ഇവിടെ പരിശുദ്ധാത്മാവ് പറഞ്ഞു കേട്ടോ, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന സ്വന്തം പുത്രന്റെ ആത്മാവിനെ പ്രാപിച്ചിരിക്കുന്നു. നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ആത്മാവ് താൻ നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയുന്നു. എന്നോട്, നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ ജനമാണ്, ദൈവത്തിന്റെ. എന്തിനാ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അറിയാവോ? ഭയപ്പെടരുതേ. സകലതും അവസാനിച്ചും തോന്നുന്ന സമയത്ത് ഈ പിതാവ് ഉണ്ട് കേട്ടോ. എല്ലാ പ്രതീക്ഷയും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയെന്ന് ഭയപ്പെട്ട് നിൽക്കുമായിരിക്കും നിങ്ങളല്ലേ. ഇതിൻ്റെ അകത്ത് ഇനി ഒന്നും എനിക്ക് ചെയ്യാനില്ല, ഞാൻ തകർന്നിരിക്കുവാന്നൊക്കെ ഓർത്തിരിക്കുമായിരിക്കും അല്ലേ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ, ബൈബിൾ പറയുന്നു, ഭയപ്പെടേണ്ട, സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളാണ് നിങ്ങൾ. പിതാവിന്റെ മക്കൾ, പ്രപഞ്ചത്തെ നിർമ്മിച്ച
സകലത്തിന്റെ മീതെ വസിക്കുന്ന, സിംഹാസനങ്ങൾക്ക് മീതെ ഇരിക്കുന്ന, ഉലകത്തെ മുഴുവനും വിരൽത്തുമ്പിൽ നിർത്തുന്ന സാക്ഷാൽ ദൈവത്തിന്റെ മക്കൾ. അപ്പൊ അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ട്, ഒരു മറുപടി ഉണ്ട്, അവിടെ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ട്. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ താഴേക്ക് നമുക്ക് പരിചിതമായ വാക്യമാണ് 32-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്ന ദൈവം കർത്താവിന്റെ കൂടെ സകലതും നമുക്ക് നൽകാതിരിക്കുമോ? അപ്പൊ സകലതും നൽകും. എന്തുകൊണ്ടാണ് അത് പറയാൻ കാര്യം എന്നറിയാവോ? എൻ്റെ ജീവിതത്തിൽ ചിലർ പറഞ്ഞേക്കാം 10 കാര്യം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവഹിതപ്രകാരം എപ്പോഴും പ്രാർത്ഥിക്കണം, അനാവശ്യ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കരുത്. ഞാനത് പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അല്ലെ, അനാവശ്യ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഈ വചനം എല്ലാം കേട്ട് 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു വചനം കേട്ട് അവന് തീരുമാനിക്കും എനിക്ക് ഇപ്പം ഒരു സൂപ്പർ ബൈക്ക് വേണം, കാര്യം ദൈവത്തിന് തരാൻ പറ്റുമല്ലോ, യേശുവിനെ തന്നെങ്കിൽ പിന്നെ സകലതും ദൈവം എനിക്ക് തരാതിരിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു വചനം കേട്ടിട്ട് അവൻ ഏറ്റവും വില കൂടിയ ബൈക്ക് മേടിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അവന് ബൈക്ക് ലഭിക്കത്തില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിൾ മറ്റൊരു ഭാഗത്ത് പറയുന്നു ഭൂമിയിലെ നിയമങ്ങൾക്ക് കീഴ്പ്പെടണം. ഭൂമിയിലെ നിയമപ്രകാരം അവന് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല? അപ്പൊ വചനം എപ്പോഴും ദൈവഹിതപ്രകാരമായിരിക്കണം നിങ്ങളുടെ ഓരോ ചോദ്യങ്ങളും. സകലത് നൽകും. അതുകൊണ്ടാണ് യേശു ഒരുവൻ എന്നിലും എൻ്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ തരും. അപ്പൊ നമ്മുടെ ചോദ്യങ്ങളെല്ലാം ദൈവഹിതപ്രകാരമായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബൈബിളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പിടിച്ചോണം, മുറുക്കെ പിടിച്ചോണം. ചിലർ പറയാറുണ്ട്, ബ്രദർ എനിക്ക് ഭവനമില്ല, നല്ലൊരു ഭവനം കിട്ടാൻ വേണ്ടി ബ്രദർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞു സിസ്റ്ററെ, കിട്ടാൻ വേണ്ടിയല്ല, കിട്ടും. ആവർത്തന പുസ്തകം പറഞ്ഞ വീടല്ല, നിനക്ക് വീടുകൾ തരും. യെശാവിൽ പറയുന്നു, യേശുവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവെ, അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കണമെന്ന് പറയണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഹിതമാണ്. യേശുവിനെ നൽകിയെങ്കിൽ ഇത് തരാൻ ദൈവത്തിന് ഒരു മടിയുമില്ല. ബൈബിളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ എന്നാ കുഴപ്പം? തരാൻ എന്നാ ബുദ്ധിമുട്ട്? കിട്ടാൻ എന്നാ പാട്? പറയണം, കർത്താവേ ബൈബിളിൽ അങ്ങനെ ഉണ്ടല്ലോ. ബൈബിളിൽ അങ്ങനെ ഉള്ളതുകൊണ്ടല്ലേ ഞാനത് പറയുന്നത്. ഞാനതിൽ നിലനിൽക്കുന്നതിന്റെ കാര്യം ബൈബിളിൽ ഉള്ളതുകൊണ്ട്. അതാണ് ഹിതം. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്ന ദൈവം. അപ്പൊ യേശുവിനെ തന്നെങ്കിൽ സകലതും കിട്ടാതിരിക്കുവോ? ഞാനിപ്പോൾ ഉദാഹരണം പറയാം. എൻ്റെ ഇരിക്കുന്ന 1 ലക്ഷം രൂപയുടെ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെന്നിരിക്കട്ടെ. ഞാൻ ആ 1 ലക്ഷം രൂപയുടെ മൊബൈൽ ഫോൺ ഇപ്പം നിങ്ങളിൽ ആർക്കെങ്കിലും തന്ന് ഫ്രീ ആയിട്ട് തന്നിരിക്കട്ടെ, സൗജന്യമായി തരിക. എന്നാ പിടിച്ചോ 1 ലക്ഷം രൂപയുടെ ഫോൺ, ഇന്ന് നിങ്ങൾ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് സൗജന്യമായിട്ട് തന്നാൽ നിങ്ങൾ ചിന്തിക്കുകയോ, ബ്രദറെ ആ ഫോൺ 1 ലക്ഷം രൂപയുടെ ഫ്രീ ആയിട്ട് തന്നില്ലേ, ആ മൊബൈലിന്റെ കവർ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറയുക. ഷോ, അത് കിട്ടുവോ എന്നൊരു സംശയം അകത്ത് വരിക. ചോദിക്കാൻ നിങ്ങൾ മടിച്ചു നിൽക്കുക, കിട്ടിയാൽ മതിയായിരുന്നു. 1 ലക്ഷം രൂപയുടെ മൊബൈൽ തരാൻ മടിയില്ലെങ്കിൽ അതിന്റെ കവർ തരാൻ എനിക്ക് ഒരു മടിയില്ല. അതിനെന്നെ വിലയുണ്ട്, 150 രൂപയുള്ളേ ഉള്ളൂ. 1 ലക്ഷം രൂപയുടെ ഫോൺ തരാൻ പറ്റുന്ന ഒരാൾക്ക് കവർ തരാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് ഈ ഉദാഹരണം പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുതേ, നമുക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയാ. അതിനേക്കാൾ ഒരിക്കലും കമ്പയർ പോലും, ഞാൻ പറഞ്ഞ ഉദാഹരണമായിട്ട് ഒരിക്കലും കമ്പയർ പോലും ചെയ്യരുതേ. യേശു എന്ന് പറയുന്നത് ബൈബിൾ പറയുന്നു സ്വർഗത്തേക്കാൾ ഉന്നതനെന്ന് എബ്രായ ലേഖനം പറയുന്നു. സ്വർഗത്തേക്കാൾ വിലപിടിപ്പുള്ളത്. ബൈബിൾ പറയുന്നു സകലതും യേശു മുഖാന്തരം ഉളവായി, സകലത്തിന്റെ മീതെ വസിക്കുന്നവൻ. അപ്പൊ യേശുവിനെ തന്നെങ്കിൽ, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കത് തന്നെങ്കിൽ ബാക്കിയൊക്കെ തരാതിരിക്കുമോ എന്ന് ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടോ? അപ്പൊ ഇനി മുതലൊന്ന് ധൈര്യപ്പെട്ട് കിട്ടാതിരിക്കത്തില്ല. എന്റെ കൂടെ പറഞ്ഞോട്ടെ, കിട്ടാതിരിക്കത്തില്ല. ഇനി കിട്ടിയില്ലെങ്കിലോ? കിട്ടുന്നോണം വരെ കാത്തിരിക്കും. ഒന്നുകൂടെ ഞാൻ പറയാം, കിട്ടിയില്ലെങ്കിലോ? കിട്ടുന്നോണം വരെ കാത്തിരിക്കും. ഈ കാത്തിരിക്കാനുള്ള കൃപ എവിടുന്ന് കിട്ടുമെന്നറിയാവോ? കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ കൃപ ഇവിടെ തരും. നോക്കിയേ, അവിടെയാണ് വചനം പറഞ്ഞിരിക്കുന്നത്, നമുക്ക് പ്രത്യാശ നൽകുന്ന ദൈവം. നോക്കിയേ, പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടതും. ഈ കാണുന്ന പ്രത്യാശ ഒരുവൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? ആ പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്നെ നിർത്തുന്നത് ഈ പ്രത്യാശയാണ്. ബ്രദറിന്റെ കുറേ എന്താ പറയുന്നത്, നിങ്ങളെ എൻകറേജ് ചെയ്യുന്ന കുറെ വാക്ക് കേട്ടുകൊണ്ടൊന്നും അല്ല നിങ്ങളിവിടെ നിൽക്കുന്നതാണോ? അല്ല.
നിങ്ങളെ നിർത്തുന്നൊരു പ്രത്യാശയുണ്ട്. ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നതിനെ നാളെ എൻ്റെ മുമ്പിൽ തുറക്കുമെന്നൊരു പ്രത്യാശ. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നതിനെ നാളെ എനിക്കത് കാണാൻ പറ്റും. നമ്മൾ പ്രത്യാശ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് പോകുന്നത് നിത്യജീവനിലേക്ക് അല്ലേ. നിത്യജീവൻ നമുക്ക് വേണം. നിത്യജീവനാണ് ഏറ്റവും വലിയ പ്രത്യാശ ഈ ഭൂമിയിൽ. പക്ഷെ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലും നമുക്ക് പ്രത്യാശയുണ്ട്. അപ്പൊ എൻ്റെ ദൈവം നൽകാതിരിക്കുമോ എന്നൊരു ക്വസ്റ്റ്യൻ ഇനി വേണ്ട, ദൈവം തരും. ഇനി ഇപ്പോഴുള്ള പലപ്പോഴും നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്ന ചിന്തകൾ, പരാജയങ്ങൾ, നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയൊക്കെ ഈ വിഷയത്തിൽ നാം എന്ത് ചെയ്യും? അവിടെയാണ് നിങ്ങൾ നോക്കേണ്ടത്. 28-ാമത്തെ വാക്യത്തിൽ പറയുന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും അവൻ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അവ ഈ ദിവസങ്ങൾ ഒരു കാര്യം ഓർത്തോണേ. ഇപ്പോൾ ചില പ്രശ്നങ്ങളുടെ കടന്നു പോവാതിരിക്കാൻ നിങ്ങൾ നിരാശയിലോ പരാജയത്തിലോ ഏതെങ്കിലുമൊക്കെ നിങ്ങളെ അലട്ടുന്ന ഏതെങ്കിലും വിഷയത്തിലൂടെ കടന്നു പോകുന്നവരാണോ നിങ്ങൾ? ഉടനെ പറ, യേശുവിനെ തന്നെങ്കിൽ ഈ വിഷയവും കിട്ടും. ഇപ്പോഴത്തെ ഈ പ്രശ്നമോ അത് നന്മയാക്കി ദൈവം മാറ്റും. നമുക്കറിയോ, പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ എടുക്കുന്ന സമയത്ത് ഞാനത് പറഞ്ഞിട്ടുള്ളതല്ലേ, ലേവ്യ പുസ്തകം. ഓക്കെ, പഴയ നിയമത്തിലെ വാക്യം ഇങ്ങനെയാണ്: ബിലയാം എന്ന് പറയുന്ന ദുർമന്ത്രവാദി ശപിക്കാൻ വേണ്ടിയാ വന്നത്. ശാപം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അവൻ ആ ജീവിതം തകർന്നു പോകും. ശപിക്കുവാനുള്ള മന്ത്രവാദി ബിലയാം എന്ത് ചെയ്തു? ശപിച്ചു. എന്നാൽ യഹോവ ഇങ്ങനെ പറഞ്ഞു, അവന്റെ ശാപത്തെ ഞാൻ നിനക്ക് അനുഗ്രഹമാക്കും. ഇത് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ നിങ്ങളുടെ സകല വിഷയങ്ങളും ദൈവം നന്മയാക്കി മാറ്റി. എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ നന്മയാകും. നന്മയാകും. ഇപ്പോഴത്തെ കണ്ടീഷൻ നന്മയാകും. ഇപ്പോഴത്തെ അവസ്ഥ നന്മയാകും. ഇപ്പോഴത്തെ നിന്ന നന്മയാകും. ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകൾ നന്മയാകും. ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വഴികൾ നന്മയാകും. നിരാശ അകത്തോട്ട് കയറുമ്പോഴാണ് റോമാലേഖനം 8 പറഞ്ഞ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസനല്ല ഞാൻ. എൻ്റെ അർത്ഥം കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയാൻ ഞാൻ ദാസനല്ല. യേശുവിനെ തന്ന ദൈവത്തിന് എനിക്കത് തരാൻ ഒരു മടിയുമില്ല. പക്ഷെ ഈ ദിവസങ്ങളിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, എൻ്റെ ദൈവം എനിക്ക് നന്മയാക്കി മാറ്റും. ആമേൻ. കാരണം എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർ, ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുന്നവരല്ല, ദൈവം സ്നേഹിക്കുന്നവരെന്നാണ് എൻ്റെ ഒറിജിനൽ ഇംഗ്ലീഷ് വേർഷൻ എടുക്കുന്നത്. ദൈവം സ്നേഹിക്കുന്നവർ. ആരെയാണ് ദൈവം സ്നേഹിക്കുന്നത്? പുത്രന്മാരെ. ഈ സ്നേഹം എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലേ, യജമാനനും ദാസനും തമ്മിലുള്ള സ്നേഹബന്ധമല്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ ഒരു ജോലി സ്ഥലത്ത് ചെന്നു, നിങ്ങൾ പറയും ഞാൻ എൻ്റെ മുതലാളിയായിട്ട് ഭയങ്കര സ്നേഹബന്ധം. എന്നാൽ ഒരു ദിവസം ഒരു 10 ദിവസം അടുപ്പിച്ച് അവധി എടുത്തു നോക്കി, അയാൾ നിങ്ങളെ മാറ്റി വേറെ ആളെ ജോലിക്ക് വെക്കുക. അത് സ്നേഹബന്ധമല്ല, ഉടമ്പടിയാണ്. ജോലിക്ക് കയറിയ കരാറുമായി ബന്ധപ്പെട്ട. ചിലപ്പോൾ അവിടെ കാണുമ്പോൾ ഹായ് ബായ് ബന്ധം ഉണ്ടായിരിക്കാം. നിങ്ങളെ ചിലപ്പം അദ്ദേഹത്തിന്റെ വീട്ടിൽ ഫംഗ്ഷന് വിളിക്കുമായിരിക്കാം, കല്യാണത്തിന് വിളിക്കുമായിരിക്കാം, നിങ്ങൾ ചിലപ്പം കല്യാണത്തിന് വിളിക്കുമായിരിക്കാം. ഭയങ്കര ബന്ധം ഉണ്ടായിരിക്കാം, സ്നേഹം ഉണ്ടായിരിക്കാം. പക്ഷെ അവിടെ കുഴപ്പം എന്നാണെന്നറിയാവോ? 10 ദിവസം നിങ്ങൾ വരാതിരുന്നാൽ എൻ്റെ മുതലാളിക്കിനോട് ഭയങ്കര സ്നേഹമാ എന്നും പറഞ്ഞാൽ സാലറിയും കട്ട് ചെയ്യും, വേറെ ആളെ ജോലിക്ക് എടുക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് റോമാലേഖനം പറഞ്ഞേക്കുന്നത്, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസനല്ല, പേടിക്കേണ്ട, ദാസനല്ല. പിന്നെയോ ദൈവം സ്നേഹിക്കുന്നവർക്ക്. അപ്പൊ അവിടെ ദൈവം സ്നേഹിക്കുന്ന ആരെയാണ്? ദാസനെ അല്ല, പുത്രനെയാണ്. അതുകൊണ്ടാണ് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു വന്നവൻ അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമെന്ന് പറയാൻ കാരണം, ദൈവം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ 3:16. നമ്മളെ സ്നേഹിച്ചതുകൊണ്ട് എൻ്റെ ദൈവം എനിക്ക് സകലതും നന്മയാക്കി മാറ്റും. തകർന്നു പോകുമെന്ന് തോന്നിയേക്കാം അല്ലേ? ചിലപ്പോൾ നിങ്ങളുടെ അവസ്ഥ കണ്ടാൽ ചിലപ്പോൾ തകർന്നു പോകുമെന്ന് തോന്നിയേക്കാം, ഇതെല്ലാം അവസാനിച്ചു എന്ന് തോന്നിയേക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ ആത്മാവിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാവ്, നീ മകളാണ്, അവകാശിയാണ്, മകളാണ്, മകനാണ്, അവകാശിയാണ്. ബുദ്ധിക്കോട് പറയത്തില്ല, ബുദ്ധിയോട് പറഞ്ഞ് തിരിച്ചു ഓടിച്ചുകൊണ്ടേയിരിക്കും. ഞാനത് ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ബുദ്ധിക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. കന്യകയായ മാതാവിന്റെ അടുക്കിലേക്ക് ലൂക്കോസ്ലീഹായുടെ സുവിശേഷത്തിൽ ഗബ്രിയേൽ മാലാഖ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ആമേ, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. പുരുഷനെ അറിയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ഒരു ചോദ്യം ചോദിക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചത്? ഒരു ദൂതൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടാൽ എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ബോധം നിൽക്കുമെന്ന്. ദൂതൻ വന്ന് വെളിപ്പെട്ട് നിൽക്കുമോ? മനുഷ്യനല്ല, ദൂതൻ, ഒരു ഏഞ്ചല് സ്വർഗത്തിൽ നിന്ന് രാത്രിയിൽ വെളിപ്പെട്ട് വന്നിട്ട് നിങ്ങളോട് പറയും എന്നാ ഉണ്ട്, സുഖമാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. ഇങ്ങനെ ഒരു കാര്യം കന്യകയായ മാതാവിൻ്റെ അടുക്കിലേക്ക് വന്ന് നിൽക്കുക. എന്നിട്ട് പറയുകയാണ്,
ഞാൻ ദൈവത്തിൽ നിന്ന് വന്ന ദൂതനാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അടച്ചിട്ട മുറിക്കകത്തോട്ട് കയറി വരികയാ. വാതിൽ തുറക്കാതെ കയറി വന്ന ദൂതൻ പറയുകയാ രാത്രിയില്, എന്താ പറയുന്നത്? കർത്താവായ യേശുക്രിസ്തു ജനിക്കാൻ വേണ്ടി പോവാ. ഉടനെ എന്ത് ചെയ്തു? ഒരു ചോദ്യം ചോദിച്ചു. പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? ഇതാണ് ബുദ്ധി എന്ന് പറയുന്നത്. ഇത്രയും വലിയൊരു സംഭവം നടന്നിരിക്കുക. ദൂതൻ വെളിപ്പെട്ട് നിൽക്കുക. യഹോവയുടെ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നിരിക്കുക. പക്ഷെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതാണ് ബുദ്ധിയോട് പരിശുദ്ധാത്മാവ് പറയാത്തത്. ഇത്രയും വലിയൊരു കാര്യം നമ്മൾ പറയത്തില്ല, അയ്യോ ദൈവത്തെ കണ്ടാൽ ഞാൻ ഇപ്പൊ ബോധം കെടും. നമ്മളും ചോദിക്കും ഇതുപോലെയൊക്കെ. അബ്രഹാം ചോദിച്ചില്ലേ ദൈവത്തോട്? കവന്ന് വീണ് ചിരിച്ചില്ലേ? എത്രയോ പേര് ദൈവം നേരിട്ട് വന്ന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞിട്ട് പോലും അതിനെ തള്ളിക്കളഞ്ഞവരുണ്ട്. കാര്യം ബുദ്ധിക്ക് അത്രയും പിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആത്മാവ് നമ്മുടെ ആത്മാവോട് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക. നീ പേടിക്കണ്ട, നീ അവകാശിയാ. എവിടം വരെ പോകും? എവിടം വരെ പോകും? എവിടം വരെ പോകും? സകലതും നോക്കിക്കോ, ദൈവം പിടിച്ചു കെട്ടും, നന്മയാക്കി മാറ്റിയിരിക്കും. എന്തുകൊണ്ടെന്നാൽ നാം അവകാശികളാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ ദിവസങ്ങളിൽ ഒന്ന് തിരിച്ചറിഞ്ഞോണം, ഞാൻ ദൈവത്തിന്റെ അവകാശിയാണ്. നശിക്കാനുള്ള കൂട്ടത്തിൽ എൻ്റെ പേരില്ല. തകർന്നു പോകുന്ന കൂട്ടത്തിൽ എൻ്റെ പേരില്ല. ഈ ലോകത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ലിസ്റ്റിൽ എൻ്റെ പേരില്ല. മക്കളുടെ പേരിൻ്റെ അകത്ത് എൻ്റെ പേരുണ്ട്. തലമുറകൾ, ദൈവത്തിന്റെ ജനറേഷൻ്റെ അകത്ത് എൻ്റെ പേരുള്ളത് കൊണ്ട് ഞാൻ ഒരു കാലത്തും നശിക്കത്തില്ല. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് നന്മയാക്കി മാറ്റുന്ന ദൈവം. അപ്പൊ ഈ ദൈവം എനിക്ക് നന്മയാക്കി മാറ്റും. മറന്നുപോകല്ലേ, ഇന്നത്തെ വിഷയത്തെ ഓർത്ത് ഭാരപ്പെടുന്ന, ഇന്നത്തെ അവസ്ഥയോർത്ത് സങ്കടപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ഞാൻ പറയാം, മനസ്സും ചിന്തയും ബുദ്ധിയും ഒക്കെ തളർന്നിരിക്കുമായിരിക്കാം. നിങ്ങൾ മാനസികമായി ബലമില്ലായിരിക്കാം, ശാരീരികമായി ബലമില്ലായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പാ, എന്നൊക്കെ സംഭവിച്ചാലും മുമ്പിലത്തെ ഭാവി ഞാൻ യേശുവിന്റെ നാമത്തിൽ പറയാം, സകലത്തെയും ദൈവം നന്മയാക്കും. വെറുതെ ബുദ്ധിക്കകത്ത് കിടന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. ബുദ്ധിക്കകത്ത് ചിന്തിച്ച കിട്ടത്തില്ല. അതുകൊണ്ടാണ് ദൂതൻ പറഞ്ഞത്, എനിക്കത് പറഞ്ഞു തരാൻ പറ്റത്തില്ല. മാതാവ് ചോദിച്ചു, എങ്ങനെ യേശു ജനിക്കും? എനിക്കറിയത്തില്ല, ഞാൻ പുരുഷനെ അറിയാത്തൊരു കന്യകയായ ഒരു സ്ത്രീയാണ്. ദൂതൻ പറയുന്നു, അങ്ങനെയല്ല മാതാവേ, കേട്ടോണം, ഈ പരിശുദ്ധാത്മാവ് വരും. അങ്ങനെയാണെങ്കിൽ അതൊന്നും പറഞ്ഞില്ല, ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരും, അത്യുന്നതന്റെ ശക്തി വെളിപ്പെടും, കർത്താവ് ജനിക്കും. ഇതിൽ കൂടുതൽ പറയാൻ ദൂതന് പറ്റത്തില്ല. ഒരു ബുദ്ധിയോട് പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ്, ഇങ്ങനെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ആ സഹോദരി പറഞ്ഞു കേട്ടില്ലേ? ആ സഹോദരി മാത്രമല്ല, നമ്മൾ ദിനം പ്രതി ദൈവം പ്രവർത്തിച്ച് ഓരോ സാക്ഷ്യം പറയുമ്പോഴേക്കും 8, 9, 10 വർഷമായിട്ട് രോഗികളായി ഭാരപ്പെടുന്ന ആൾക്കാർ വരത്തില്ല. ബ്രദറെ, ആ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ ഇരുന്ന സമയത്ത് ഞാനും അവിടെ കൈവച്ചു. ഇപ്പോൾ ആ രോഗമില്ല, മുഴ അവിടെ ഇല്ല, ആ രോഗശക്തി അവിടെ ഇല്ല. ഇതെങ്ങനെ സംഭവിക്കുന്നത്? എങ്ങനെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നേ? നമ്മുടെ എങ്ങനെ ദൈവം പറയാം? അതെങ്ങനെയെന്നറിയോ? ആ മുഴയ്ക്കകത്തോട്ട് ഒരു സംഭവം, എങ്ങനെ സംഭവം? അദൃശ്യമായി നടക്കുന്ന ഒരു കാര്യത്തെ ദൃശ്യലോകത്തിൽ വെളിപ്പെടുത്താൻ കഴിയത്തില്ല. അവിടെയാണ് നമുക്ക് ദൈവം ആത്മാവിൽ അണ്ടർസ്റ്റാൻഡിങ് തരുന്നത്. ആമേൻ. നമുക്ക് ഒരുമിച്ച് നന്ദി പറയാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി കർത്താവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന, ഞാൻ ഇന്നത്തെ പേര് കണ്ടു, സ്റ്റെല്ല സിസ്റ്ററെ ഞാൻ പേര് കണ്ടിട്ടാണ് ഇന്ന് എൻ്റെ ഉള്ളത്തിൽ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പേര് കണ്ടു, സ്റ്റെല്ല എന്നുള്ള പേര് കണ്ടു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സൂമിൽ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് സഹോദരി. കർത്താവ് ഇന്ന് ഞാൻ ആ മകളെ അനുഗ്രഹിച്ചു. എന്നോട് ഉള്ളത്തിൽ പെട്ടെന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു നിയോഗം തരിക. എന്നുള്ളത്തിൽ കർത്താവ് പറയാം, 6 വർഷമായിട്ട് മുടങ്ങിക്കിടന്ന ചില കാര്യങ്ങൾ 6 വർഷത്തിന് ശേഷം ഒരു വ്യക്തി മുഖാന്തരം തമ്പുരാൻ തുറക്കാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ തോമസ് എന്ന് പേരുള്ള, പേരിൻ്റെ തുടക്കത്തിലോ അവസാനത്തിലോ തോമസ് എന്നുള്ള പേര് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ഭവനത്തിലേക്ക് ഒരു അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യവുമായി ദൈവം കയറ്റാൻ വേണ്ടി പോവാണ്. ആ വ്യക്തിയെ ദൈവം തൊടും, സാക്ഷ്യമാക്കി നിങ്ങൾക്ക് വേണ്ടി ദൈവം മാറ്റും. നന്ദി കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ എല്ലാവരെയും ഈ സമയത്ത് മ്യൂട്ട് ചെയ്യുവാണ്. നിങ്ങൾ ആലോചന ഏറ്റെടുക്കുന്നവർ, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് അടയാളമെങ്കിൽ, സൂമിലാണ് കേൾക്കുന്നവരെങ്കിൽ, ഇനി ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ലൈവിലാണ് കേൾക്കുന്നവരെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏറ്റെടുക്കാം. കർത്താവ് ഞാനിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ് പ്രജിത്ത് എന്ന് പറയുന്ന, പ്രജിത്ത് എന്ന് പേരുള്ള ഒരു മകൻ്റെ കുടുംബത്തെ കർത്താവ്
സ്പർശിക്കുന്നു പറയുന്നു. പ്രജിത്ത് എന്ന് പേരുള്ള ഒരു തലമുറയുടെ ഭവനത്തെ ദൈവം സ്പർശിക്കാൻ വേണ്ടി പോകുന്നു. 2 പെങ്ങന്മാര് ഈ പ്രജിത്തിനുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ആ കുടുംബത്തിന്റെ മേൽ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. നന്മയാക്കി കർത്താവ് അങ്ങ് തീർക്കുന്നല്ലോ യേശുവിന്റെ നാമത്തിൽ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു റജീഷ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ ദൈവം തൊടാൻ വേണ്ടി പോകുന്നു. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയെ കർത്താവ് അവിടെ ചെയ്യും. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തി സ്തുതിക്കത്തപ്പ. നന്ദി യേശുവേ, നന്ദി കർത്താവെ, നന്ദി കർത്താവെ. കൃപ പെരുകുന്നല്ലോ, സകല പ്രതികൂലങ്ങളും അത്ഭുതമാകുന്നല്ലോ. ഈ ദിവസങ്ങളിൽ അവർ നിന്ദകൾ മാറട്ടെ, പ്രതിസന്ധികൾ മാറട്ടെ, എല്ലാ മേഖലയിലും സാക്ഷ്യമായി തീരട്ടെ. നന്ദി യേശുവേ, നന്ദി കർത്താവെ. എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ. എൻ്റെ കർത്താവ് അത്ഭുത മന്ത്രിയാണല്ലോ. യേശുവിൻ്റെ നാമത്തെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ, ഞങ്ങളുടെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലോ അപ്പ. യേശുവെ നന്ദി കർത്താവെ, യേശുവെ നന്ദി കർത്താവ്. ഒരു ചാർലി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ ദൈവം തൊടുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയുടെ വീട്ടിൽ ഈ ചാമ്പയ്ക്ക മരം ഉണ്ടല്ലോ, വീടിൻ്റെ കയറി വരുന്നിടത്ത് തന്നെ ഇടതുവശത്തായിട്ട് ഒരു ചാമ്പയ്ക്ക എന്നുള്ള, അറിയാലോ നമുക്ക്, ചാമ്പയുടെ മരം, ആ ഒരു ഇതുണ്ടാകുന്ന ഫ്രൂട്ട് ഉണ്ടാകുന്ന ചാമ്പയുടെ മരം വീടിൻ്റെ കയറി വരുമ്പോൾ റൈറ്റും ഞാൻ കാണുന്ന ഒരു പൊസിഷൻ, ഈ വ്യക്തി വീടിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടതുവശത്തായിട്ടുമാണ് കാണുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പോൾ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ആ ഭവനത്തിൻ്റെ മേലുണ്ടാകുന്നല്ലോ. എല്ലാ നിന്ദകളും മാറട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവെ, ഞങ്ങൾ നന്ദി പറയുന്നപ്പാ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തികളെ ഇന്ന് കർത്താവ് ആ കുടുംബത്തിൻ്റെ മേൽ ചെയ്യുന്നല്ലോ. യേശുവെ നന്ദി കർത്താവെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിക്കായി നന്ദി. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഒരു ശ്രീലത എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ ദൈവം തൊടുന്നു. 2 ആൺ തലമുറകളെ ശ്രീലതയുടെ ഭവനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ഇന്ന് വേർതിരിക്കുന്നു പറയുന്നു. നന്ദി യേശുവെ, ഞാനിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു റിനോഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ ദൈവം തൊടുന്നു. റിനോഷിൻ്റെ ഭവനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി ഉണ്ടാകുന്നു. ദൈവം നിന്ദകളെ എടുത്തു മാറ്റാൻ വേണ്ടി പോകുന്നു. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവാത്മാവിനാൽ കർത്താവ് അവിടെ തുറക്കുന്നല്ലോ അപ്പ. യേശുവെ നന്ദി കർത്താവെ. കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലോ അപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ നന്ദി കർത്താവെ. ഞങ്ങളിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ദൈവാത്മാവെ അങ്ങ് തൊടുന്നല്ലോ, ദൈവാത്മാവെ അങ്ങ് തൊടുന്നല്ലോ അപ്പ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. അതോടൊപ്പം തന്നെ ഞാനൊരു വീട്ടുപേര് പോലെ ഞാൻ കാണുന്നത് ഒരു കൂടാരം. ഇനി അത് അങ്ങനെ ഒരു വീട്ടുപേരാണ് ഞാൻ കാണുന്നത്. കൂടാരം, അതിൻ്റെ കൂടത്തിലോ പുറയിലോ എന്തൊരു വാക്കുള്ളോ എനിക്കറിയത്തില്ല. പക്ഷെ കൂടാരം എന്ന് പറയുന്ന ഒരു വീട്ടുപേര് പോലെ ഞാൻ കാണുവാണ്. ഇനി അത് വീട്ടുപേരാണോ അതോ എന്തെങ്കിലും ഒരു ആ കുടുംബത്തിൻ്റെ അകത്ത് മറ്റെന്തെങ്കിലും എന്തിനെങ്കിലും പേര് വിട്ട് വിളിക്കുന്നതാണോ എനിക്കറിയത്തില്ല. കൂടാരം എന്നൊരു വാക്ക് ഞാൻ കേൾക്കുവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പോൾ അത് എക്സാക്ട്ലി വീട്ടുപേരാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ കൂടാരം എന്ന് ആരും ഇടുമോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ആ കുടുംബത്തിൽ എവിടെയോ ഞാൻ ആ കൂടാരം എന്നുള്ളൊരു പേര് ഇങ്ങനെ എഴുതി ഇട്ടിരിക്കുന്ന കാണുന്നുകൊണ്ടിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പോൾ കർത്താവ് ഞങ്ങളുടെ വലിയ മഹത്വം എന്ന കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെടുന്നല്ലോ. ഞാൻ ഓരോ വ്യക്തിയെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ദൈവാത്മാവ് സഹായിക്കുന്നല്ലോ, ദൈവാത്മാവ് ശക്തീകരിക്കുന്നല്ലോ, സകല വിഷയത്തെയും സാക്ഷ്യമാക്കുന്നല്ലോ. കർത്താവിൻ്റെ വലിയ മഹത്വത്തെ കർത്താവ് അങ്ങ് പ്രവർത്തിക്കുന്നല്ലോ അപ്പ. യേശുവെ നന്ദി കർത്താവെ. ആ കുടുംബത്തിൻ്റെ മേൽ, കുടുംബജീവിതത്തിൻ്റെ മേൽ യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുന്നല്ലോ അപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി കർത്താവെ. ഞങ്ങൾ ഈ ദിവസങ്ങളിൽ തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ലല്ലോ, നശിച്ചു പോകുവാൻ ദൈവമേ അങ്ങ് സമ്മതിക്കത്തില്ലല്ലോ അപ്പ. ഞങ്ങളെ ദൈവം വാഴിക്കുന്ന ദൈവം. അന്ന് കേട്ട വചനം പോലെ തന്നെ യേശുവെ അങ്ങയുടെ വലിയ പ്രവൃത്തി ഞങ്ങൾ കാണും, വലിയ അത്ഭുതത്തെ ഞങ്ങൾ കാണും. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച് എന്നിട്ട് എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിൻ്റെ രോഗത്തെ ക്രൂശിൽ അനുഭവിച്ചതാ, എൻ്റെ വേദനകളെ യേശു അനുഭവിച്ചതാ. ഒന്ന് വിശ്വസിച്ച്, ഒന്ന് ഏറ്റെടുത്ത്
ഒന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ വിശ്വാസമുള്ളവർക്കേ പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി വിശ്വാസം വലിയ കൃപകൾക്കായി അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒന്നും വേണ്ട. നമുക്ക് ദൈവസന്നിധിയിൽ ലോകക്കാർക്ക് പറയാൻ പ്രാർത്ഥിക്കാം. പറ്റാത്ത ഒരുമിച്ച് കാര്യം. ദൈവസന്നിധിയിൽ ബൈബിളിലെ മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. ദൈവത്തിന്റെ അത്യുന്നതനായ കൃപയ്ക്ക് നന്ദി പറയുന്നു. വചനം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പറയാൻ പറ്റും. നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തി നമുക്ക് വളരെ വിശ്വാസ ശക്തമാണ് പ്രഖ്യാപനങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാൻ എന്നെ കൂടെ വിശ്വസിക്കുന്നവരെല്ലാം ഇന്ന് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റു പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിൽ കർത്താവിന്റെ പാപത്തെയും എന്റെ ശാപത്തെയും തന്റെ ശരീരത്തിൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. അത്ഭുത സൗഖ്യത്തിന്റെ എന്റെ ഇടയനാകുന്നു. അത്ഭുത രോഗസൗഖ്യത്തിന്റെ അടയാളം. എന്റെ സഹായം ഇപ്പോൾ ആകാശത്തെയും എന്റെ ഭൂമിയെയും ശരീരത്തിൽ ഉണ്ടാക്കിയ ഞാൻ ദൈവത്തിൽ നിന്ന് വരുന്നു. കാണത്തക്കവണ്ണം ഞാൻ ഇപ്പോൾ എന്റെ ദാരിദ്ര്യത്തെയും പറഞ്ഞ് കർത്താവ് ക്രൂശിൽ പറഞ്ഞ് തന്റെ യേശുവിന്റെ ശരീരത്തിൽ നാമത്തിൽ വഹിച്ചതിനാൽ ഇപ്പോൾ ഞാൻ രോഗശക്തിക്കോ രോഗത്തിന്റെ ദുരാത്മാക്കൾക്കോ എന്റെ മേൽ അവകാശമില്ല. ഞാൻ ആരോഗ്യത്തോടെ ഇരുന്ന് ദീർഘായുസോടെ ഇരുന്ന് സമൃദ്ധി രോഗശക്തികൾ വായ്പ മേടിക്കത്തില്ല. വാരി വിതറിക്കൊടുക്കും നന്മയും ഓരോ കരുണയും എന്റെ വ്യക്തികളുടെയും ആയുഷ്കാലം ശരീരത്തിന്റെ മേൽ എന്റെ പുറകെ ജീവിതത്തിന്റെ മേൽ ജാതികളുടെ മേൽ നിന്നും സന്തതികളെയും അഴിഞ്ഞു വംശങ്ങളുടെ മാറുന്നു. മധ്യ എന്റെ പ്രജയം നന്ദി അറിയും. പിതാവേ. നന്ദി തലമുറകളെ യേശുവേ. കാണുന്നവരൊക്കെ അവൻ യഹോവ തൊട്ട് അനുഗ്രഹിക്കപ്പെട്ട പിടിപ്പിക്കുന്നവർക്ക് തലമുറ സൗഖ്യമാക്കുന്നവർക്ക് നന്ദി. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടി മതിക്കുവാൻ കർത്താവിന് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. കർത്താവിന്റെ വലിയ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് വിശ്വസിക്കാം, വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. വൻകൃപകളാൽ സ്വർഗം നിറയ്ക്കുന്നല്ലോ. വലിയ കാര്യങ്ങളാൽ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ശുദ്ധീകരിക്കുന്നല്ലോ. നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് ദൈവപ്രവൃത്തികൾക്കായി നമ്മളെ തന്നെ വേർതിരിക്കാം. ദൈവപ്രവൃത്തിക്കായിട്ട് നമ്മളെ തന്നെ ഒരുക്കാം. നമുക്ക് നന്ദിയോടെ ദൈവത്തെ വാഴ്ത്താം. നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. തുടർമാനമായി നമ്മൾ കർത്താവിന്റെ വചനം കേട്ടുവരുന്നു. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികളെ അനുഭവിക്കുവാൻ ദൈവം നമ്മളെ ശക്തീകരിക്കുന്നല്ലോ. ഇന്നും ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ദൈവം അത്ഭുതകരമായ പ്രവൃത്തികളാൽ നമ്മളെ നിറയ്ക്കുവാൻ ഇടയായിത്തീരും. നമുക്ക് ഒരുമിച്ചെന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് വിശ്വാസത്തോടെ ദൈവവചനത്തെ കേൾക്കാം. തുടർച്ചയായി നമ്മൾ കർത്താവിന്റെ വചനം കേട്ടുവരുന്നു. ഇന്നും നമ്മൾ കർത്താവിന്റെ വചനത്തിൽ നിന്നും അല്പനേരം കേൾക്കുവാൻ കർത്താവ് നമ്മളെ ഇടയാക്കട്ടെ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് പത്രോസ്ലീഹയുടെ ലേഖനം, 2 പത്രോസ്ലീഹയുടെ ലേഖനം, അതിന്റെ 1 പത്രോസ്ലീഹയുടെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നിന്നാണ്. പരിചിതമായ വാക്യമാണ്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകും. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം, കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ. ഇതിന്റെ ഒരു ഫസ്റ്റ് പാർട്ട് പോലെ ഒരു വചന ധ്യാനമുണ്ട്. എനിക്കൊരു പിതാവുണ്ട്, വരും ദിവസങ്ങളിൽ അത് എനിക്ക് യജമാനുണ്ടെന്ന് പറഞ്ഞ് ധൈര്യപ്പെടാം. ഇത് അതിന്റെ 2-ാം ഭാഗം പോലെയാണ്. ഇപ്പൊ വേണമെങ്കിൽ ചിന്തിക്കാം, എന്നെ മാറ്റി വേറെ ആളെ ജോലിക്ക് വെക്കാം. അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് 2 കാര്യങ്ങളാണ്, 3 കാര്യങ്ങളാണ് നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത്. ഒന്ന്, രാജകീയ പുരോഹിത, രാജകീയ പുരോഹിത വർഗവും അതുകൊണ്ട് സ്വന്തം ജനം. അപ്പൊ അത് 3 രാജകീയ പൗരോഹിത്യം, നന്മയാക്കുന്ന രാജ്യത്വം, പൗരോഹിത്യം, അവസ്ഥയല്ല എന്റെ ഭാവി. ഈ കാര്യങ്ങളാണ് എന്നെ രക്ഷിക്കപ്പെട്ട പറ്റിയും രക്ഷാപദ്ധതിയെ പറ്റിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ട നിങ്ങൾ രാജകീയ വർഗമാണ്. എന്താണ് ഈ രാജകീയ വർഗം എന്ന് പറഞ്ഞാൽ? ഒറ്റ വാക്കിൽ ആർക്കും ഉത്തരം പറയാൻ പറ്റില്ല. രാജകീയ വർഗം എന്ന് പറഞ്ഞ നന്ദി പറയുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. രാജാവിനെ പോലെ ജീവിക്കുന്ന എന്നോടുള്ളത് കർത്താവ് പറയാ, ജൂലി എന്ന് പറയുന്നത് രാജകീയ വർഗം എന്ന് പറഞ്ഞ രാജ കുടുംബത്തിൽപ്പെട്ടവർ. ഒന്ന് ഓർത്തോണേ, രക്ഷിക്കപ്പെട്ട നിങ്ങൾ രാജകീയ അല്ലെങ്കിൽ റോയൽ ഫാമിലിയിൽപ്പെട്ട ആൾക്കാരാണ്. രാജകീയ പൗരോഹിത്യം. അപ്പൊ നമ്മൾ ആദ്യം ഇന്ന് രാജകീയ അഭിഷേകത്തെ പറ്റിയാണ് കേൾക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് 2 തരം അഭിഷേകം ലഭിക്കുന്നുണ്ട്. ഒന്ന് രാജകീയ അഭിഷേകം, 2 പൗരോഹിത്യം. എവിടെയാണോ തല കുനിച്ചത്? എന്താണ് രാജകീയ അഭിഷേകം? ഞാൻ പെട്ടെന്ന് ഒരു വാക്യത്തിലേക്ക് ഒന്ന് പോകാം. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിന്റെ ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 9-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞേക്കും, നാളെ ഈ നേരത്ത് ബെന്യാമിൻ ദേശക്കാരനായ ഒരാളെ ഞാൻ നിന്റെ അടുക്കിലേക്ക് അയക്കും. എന്റെ ജനമായ ഇസ്രായേലിനെ ഭരിക്കേണ്ടതിന് നമുക്ക് കർത്താവിനെ നീ അവനെ അഭിഷേകം ചെയ്യാം. ശൗൽ എന്ന് പറയുന്ന ഇസ്രായേലിന്റെ ആദ്യ രാജാവിനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. ജനത്തെ ഭരിക്കുവാൻ രാജാവായി ദൈവം അഭിഷേകം ചെയ്യുന്നു. നോക്കിക്കേ, അതിനു മുമ്പായിട്ട് ഞാൻ കർത്താവിന്റെ വേലയിൽ വിതച്ചവരെ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു.
യേശുവിന്റെ നാമത്തിൽ കർത്താവെ അവരുടെ ദശാംശങ്ങളായിക്കോട്ടെ, കർത്താവിന്റെ നാമത്തിൽ കർത്താവ് ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി സ്തുതിക്കുന്നു, വലിയ കൃപകൾക്കായി നന്ദി പറയുന്നു. ഈ ദിവസങ്ങളിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നിന്ന് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ദൈവം നിങ്ങളെ സഹായിക്കുന്നല്ലോ. വിതച്ചതുകൊണ്ടല്ല, കർത്താവ് വിതയ്ക്കുവാൻ നന്മ തന്നതുകൊണ്ട് ആ വിത്ത് മുളച്ചു വരും. ആ വിത്ത് മുളച്ചു വരും. യേശുവിന്റെ നാമത്തിൽ അവരുടെ ജോലിയിൽ, ബിസിനസ്സിൽ വർദ്ധിക്കട്ടെ. എല്ലാ മേഖലയിലും വർധന ഉണ്ടാകട്ടെ. കർത്താവ് മിറക്കിൾ മണി ഉണ്ടാകട്ടെ. മിറക്കിൾ മണി ഉണ്ടായി വരട്ടെ. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റി പറയാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവിക ആലോചന ഒരേപോലെ ഇടപെട്ടുണ്ടെങ്കിൽ ഒരാൾ വിശ്വസിക്കുമ്പോൾ ഏറ്റു പറഞ്ഞാൽ മതി. ആർക്കെങ്കിലും സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞോട്ടെ. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റി പറയാം. ഉള്ളവരുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. ബ്രദർ ഇപ്പോ ഹലോ പറഞ്ഞു. ബ്രദർ ഇപ്പൊ പൗലോസ് എന്ന് പറഞ്ഞ അപ്പച്ചൻ മരിച്ചുപോയി. ഭാര്യ മേരി എന്ന് പറഞ്ഞു. എന്റെ അപ്പന് എന്റെ അപ്പച്ചനാണ്. അമ്മയുടെ പേര് മേരി. വീടില്ല. അത് ത്രികോണം അതിലുള്ള ആ ഷേപ്പിലുള്ള ഇതാണെന്ന് പറഞ്ഞത് ബ്രദർ. ആമേൻ. ഇത് വലിയ സിസ്റ്റർ അത് ഏറ്റെടുത്തോട്ടെ. കർത്താവിന്റെ വലിയ പ്രവൃത്തിയാണ്. ത്രികോണ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടൊരു കാഴ്ച, അങ്ങനെ ഒരു ആ ഒരു ഷേപ്പിൽ നിൽക്കുന്ന ഒരു സ്ഥലം. അത് ത്രികോണം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ടത് ഏറ്റവും ബെസ്റ്റാണ്. അപ്പം നമുക്കെല്ലാം ആഗ്രഹം ചതുരിയിരിക്കുന്ന സ്ഥലം, പക്ഷേ ഇത് നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലം കർത്താവ് തുറക്കാൻ വേണ്ടി പോകുന്ന ദൈവം ഒരു അടയാളമാണ് ആ കുടുംബത്തിന് വേണ്ടി വെളിപ്പെടുത്തിയത്. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. നമ്മുടെ അധ്വാനത്താലല്ല, ദൈവം ദാനമായി തരും കേട്ടോ. ബൈബിളിൽ പറയുന്നത് ഞാൻ നിനക്ക് നിലങ്ങളെ തരുമെന്നാണ് പറഞ്ഞത്. കർത്താവ് തുറക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് പറഞ്ഞു. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദറെ. ഒരാൾ പറയുമ്പോൾ ഞാൻ എല്ലാവരെയും മ്യൂട്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് വെയിറ്റ് ചെയ്താൽ മതിയെ. പറഞ്ഞു. ഹലോ ബ്രദറെ, എന്റെ പേര് ലീന പീറ്റർ. കോട്ടയത്ത് കിടങ്ങൂരാണ് താമസിക്കുന്നത്. ബ്രദർ കഴിഞ്ഞ മെയ് അവസാനമായപ്പോഴത്തേക്കും ഒരാലോചന എന്നോട് പറഞ്ഞായിരുന്നു. ലീന എന്ന പേരുള്ള ജൂൺ മാസവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കാണുന്നു എന്ന് പറഞ്ഞായിരുന്നു. അത് ഞാൻ എന്റെ കുഞ്ഞ് പഠിക്കുന്നതിന്റെ സംബന്ധമായിട്ട് അവന് ഹൈദരാബാദിലേക്കുള്ള യാത്ര എന്നാണ് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ബ്രദർ ആ ജൂൺ മാസവുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞത്. അത് ഞാൻ ഏറ്റെടുത്തു. പക്ഷെ കുഞ്ഞ് കഴിഞ്ഞ 5-ാം തീയതി ഹൈദരാബാദിന് കടന്നുപോയി ബ്രദറെ. നല്ല ഇപ്പൊ സന്തോഷമായിട്ടിരിക്കുന്നവന് ഹോസ്പിറ്റലില് ഇപ്പോൾ ICUലൊക്കെയാണ്. ഇപ്പൊ അവന് പ്രാക്ടീസ് ചെയ്യുന്നത്. വളരെ സന്തോഷത്തോടെ ആയിരിക്കുന്നു. ബ്രദർ പറഞ്ഞ ആലോചന ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു ബ്രദറെ. ദൈവനാഥത്തിന് ഒത്തിരി നന്ദിയുണ്ട്. പ്രവചനത്തെ കേൾപ്പിച്ച് കർത്താവ് അത് നിവർത്തിച്ച് നന്ദി പറയുന്നപ്പ അവർക്ക് വാക്തത്വം പ്രാപിക്കുവാൻ ദൈവം സഹായിച്ചല്ലോ. ഗോഡ് ബ്ലസ് യു സ്ട്രാസ്. ആ ദേശത്ത് വലിയ പദ്ധതിക്ക് വേണ്ടി ദൈവം കൊണ്ടുപോയേക്കുന്നത്. ജോലി മാത്രമല്ല, വലിയ ചില പ്രവൃത്തിക്ക് വേണ്ടിയാണ് ദൈവം അത് ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. ബ്രദർ ഇപ്പൊ ഒരു കൂടാരം എന്ന് പറഞ്ഞില്ലേ, ഒരു വീട്ടുപേര്, അത് കൂടത്തിങ്കൽ എന്നാ ബ്രദറെ? കൂടത്ത് ഞാനിങ്ങനെ കൂടാരം എന്നുള്ളതാണ് ബ്രദറെ കണ്ടുകൊണ്ടിരുന്നത്. എനിക്ക് അതിന്റെ എക്സാക്ട് അറിയത്തില്ല. അപ്പൊ ഞാനതാ ചോദിച്ചത്, അങ്ങനെ വീട്ടുപേരുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കൂടത്തിങ്കൽ എന്നാണ് എന്റെ വീട്ടുപേര്. ഓക്കെ, എനിക്കത് കൂടാരം എന്നുള്ളതാണ് ബ്രദറെ വെളിപ്പെട്ടത്. എനിക്ക് ആ കൂടാരം എന്നുള്ളതിന് ഇനി വീട്ടുപേര് മാത്രമാണോ അതോ വീട്ടിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് കേട്ടത്തില്ല. പക്ഷെ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതാണ് കേട്ടത്. അതുകൊണ്ട് അതിന് ആ പേര് പറഞ്ഞു കേട്ടോ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. പറഞ്ഞു. ഹലോ, കേൾക്കുന്നുണ്ട്. പറഞ്ഞു. സ്റ്റെല്ലയാണ്. ഞാൻ ആ ഏറ്റെടുക്കുന്നു. ഞാൻ ഇന്ന് പ്രയറിന് കയറിയപ്പം നെറ്റ് ഉണ്ടായിരുന്നില്ല. 2 പ്രാവശ്യം കട്ടായി പോയപ്പോ ഞാൻ എന്റെ മനസ്സിൽ എനിക്കിന്ന് ദൂതുണ്ട്. ഞാനിത് ഓഫ് ചെയ്ത് പോകില്ല, ഞാനത് കേൾക്കും. പരിശുദ്ധാത്മാവെ എനിക്ക് ഇന്നത്തെ വചനം മുഴുവനായിട്ട് കേൾക്കണം എന്നിങ്ങനെ പറഞ്ഞ് ഞാൻ ബ്ലസ് ചെയ്ത് കർത്താവിനോട് നെറ്റിനായി ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് നെറ്റ് കറക്റ്റായിട്ട് കിട്ടി. പറയുകയും ചെയ്തു. ദൈവനാമത്തിന് നന്ദി. ധൈര്യമായിട്ടിരിക്കുക കേട്ടോ. ദൈവം അത് ഉറപ്പിക്കുവാണ്. അത്രയും 6 വർഷമായിട്ടൊരു കാര്യം ദൈവം അത്ഭുതമാക്കാൻ വേണ്ടി പോവാ. God bless you. God bless. പറഞ്ഞു. ഹലോ, റിനോഷ് എന്ന് പറഞ്ഞായിരുന്നില്ല ബ്രദറെ? റിനോഷ് എന്റെ സഹോദരന്റെ മകനാണ്. അവന് നല്ല പ്രായമൊക്കെ ആയി. ഇതുവരെയും കല്യാണം കഴിഞ്ഞിട്ടില്ല. അവന്റെ അനിയനും ഉണ്ട്.
ഒരാളും ഉണ്ട്. അപ്പൊ അവര് രണ്ടുപേരും കല്യാണം കഴിഞ്ഞ്, റിനോഷ് എന്നാ മൂത്ത മോന്റെ പേര്, അതിന്റെ ഇളയത് ഒരു മകനുണ്ട്. രണ്ടുപേർക്കും നല്ല പ്രായമായി, ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യാൻ. ഏറ്റെടുത്ത വസ്ത്ര കർത്താവ് പേര് വെളിപ്പെടുത്തിയതാണ്. ദൈവം അത് സാക്ഷ്യവാക്യമായിട്ട് പറഞ്ഞോണം. അവന്റെ ജീവിതത്തിൽ തടസ്സമായതിന്റെ ഭാവിയെ തടുത്തിട്ടിരിക്കുന്നതിനെ കർത്താവ് തുറക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു. ഞാൻ ഒരു സാക്ഷ്യം പറയാനാണ്. രോഗസൗഖ്യമല്ല, ഞാന് പിന്നെ കഴിഞ്ഞ ആഴ്ച ഇവിടെ നിന്ന് ബൈബിള് വചനം വായിച്ചോണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ എനിക്ക് പറഞ്ഞു ഒരു പാട്ട് എഴുതാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്നല്ല, ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാനൊരു പാട്ട് എഴുതി. അപ്പൊ ഞാൻ ഇന്നത് ആ പാട്ട് ചർച്ചിൽ CA മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ചർച്ചിൽ ആ പാട്ട് പാടി. എല്ലാവരും പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു, ഒത്തിരി അർത്ഥമുള്ള പാട്ടാണെന്ന് പറഞ്ഞു. എനിക്കത് പാടാൻ ദൈവം സഹായിച്ചു. എനിക്ക് അധികമായി ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പാട്ട് പാടാനോ എഴുതാനോ ഒക്കെ. ലാസ്റ്റ് പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി. തീർച്ചയായിട്ടും മിസ്റ്റർ കർത്താവ് ഇനിയും കർത്താവിന്റെ മഹത്വത്തിനായിട്ട് അനേകർക്ക് ആ പാട്ടുകൾ കേൾക്കുന്നവർക്ക് ബന്ധനങ്ങൾ അഴിയട്ടെ, രോഗങ്ങൾ സൗഖ്യമാവട്ടെ, തകർന്ന അവസ്ഥകൾ മാറാൻ ഇടയാത്ത ഇനിയും ദൈവം നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ജോയി എന്ന് പറഞ്ഞ ആലോചന പറഞ്ഞായിരുന്നു, ഞാനത് ഏറ്റെടുക്കുന്നത്. എന്റെ ഫാദറാണ്. യേശുവിനകത്ത് ഏറ്റെടുത്ത ഇഷ്ട കർത്താവ് ഒരു സാക്ഷിയാക്കി മാറ്റും കേട്ടോ. ഹലോ ബ്രദർ, ജൂലിയാണ്. ബ്രദർ ലാസ്റ്റ് പറഞ്ഞില്ലേ ജൂലി എന്ന് പറഞ്ഞ പേര്, അത് ഞാനാണ്. ഞാന് കുറച്ച് നാളായിട്ട് മക്കളുടെ കാര്യത്തിലൊക്കെ ടെൻഷനിലായിരുന്നു. പ്രാർത്ഥനാ വിഷയങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം അവിടുന്ന് പ്രവർത്തിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും കർത്താവ് വിഷയത്തിന്റെ മേൽ സാക്ഷിയാക്കി മാറ്റും. ദൈവത്തിന്റെ ആലോചന മുറുക്കെ പിടിക്കുക. കർത്താവ് നിന്ദകളെ അനുഗ്രഹമാക്കി മാറ്റും ദൈവമാണ്. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ഞാന് മുന്നോട്ട് എനിക്ക് 2 ആൺമക്കളാണ്. ഞാൻ വീട്ടിലെ ഒരാൾക്ക് ജോലി ആലോചന ഉണ്ടായിരുന്നു. പറഞ്ഞിരുന്നു അപ്പനും മകനും എനിക്ക് ക്ലിയർ അല്ല സിസ്റ്ററെ, ഓഡിയോ കട്ടായി പോകുന്നുണ്ടല്ലോ, ക്ലിയർ അല്ല. ഹലോ, നിങ്ങൾക്ക് ക്ലിയർ ആണ് എല്ലാവർക്കും? എനിക്ക് നെറ്റ്വർക്ക് കട്ടായി പോകുന്നുണ്ട് സിസ്റ്ററെ, ഓഡിയോ ക്ലിയർ അല്ല. ഹലോ പറഞ്ഞു. ഹലോ, കേൾക്കുന്നുണ്ടോ? എനിക്ക് വോയിസ് പറഞ്ഞു സിസ്റ്റർ, ഇപ്പൊ കേൾക്കുന്നുണ്ട്. എന്റെ മൂത്ത മകന് ജോലിക്കൊന്നും പോവാതിരിക്കായിരുന്നു. അവന് ജോലിക്ക് അതും ലോട്ടറി കച്ചവടമായിരുന്നു. കടകളൊക്കെ ഉണ്ടായി, ഒരു പൈസ കാര്യങ്ങളൊക്കെ ഇതായിപ്പോയി. ജോലിക്ക് പോവാതിരിക്കായിരുന്നു. അപ്പൊ ഈ ഇടയ്ക്ക് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, അതിനെ ജോലിക്ക് പോകാനുള്ളൊരു ആഗ്രഹം കൊടുക്കണേന്ന്. ഫസ്റ്റ് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഞാനും കൂടി. ഇപ്പൊ അവൻ ചെന്നൈയിൽ ജോലിക്ക് പോയിട്ടുണ്ട്. ഞാൻ നന്ദി പറയുന്നു. ആലോചന ഇപ്പൊ കഴിഞ്ഞ ഞായറാഴ്ച സുഖമില്ലാതെ അതിനുവേണ്ടി ഞാൻ ഒരുപാട് അങ്ങനെ ദിവസം പറഞ്ഞു. അത് ഇപ്പൊ കൂടുതലായി സൗഖ്യം തന്നതിനായി. ആമേൻ. സൗഖ്യത്തിനായി എന്ന് മാത്രമേ കേട്ടുള്ളൂ. ക്ലിയർ അല്ല, റേഞ്ച് കുഴപ്പമില്ല. വരും ദിവസങ്ങളിൽ ആ ഒരു സാക്ഷ്യം നമ്മുടെ പ്രയർ ലൈൻ നമ്പറിലേക്ക് ഒന്ന് അയക്കുക. നമുക്ക് നെറ്റ്വർക്ക് കട്ടാകുന്നുണ്ട്, അതുകൊണ്ടാണ്. ആ സാക്ഷ്യങ്ങളൊന്ന് ഈ കാണുന്ന ഏത് 3 നമ്പറിലേക്ക് ഏതെങ്കിലും ഒന്ന് അയച്ചേക്ക് കേട്ടോ. ഗോഡ് ബ്ലസ്. ഓക്കെ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. നമുക്ക് ദൈവസന്നിധിയിൽ വിശ്വസിക്കാം. കർത്താവിന്റെ വലിയ പ്രവൃത്തികൾക്കായി പറഞ്ഞു. അതൊക്കെ നമ്മുടെ കർത്താവിന് നിഷ്പ്രയാസമായിട്ട് തീർക്കാം.
നന്ദി കർത്താവെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. കർത്താവ് നിങ്ങളെ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ കൃപകളാൽ സ്വർഗം നമ്മളെ നിറയ്ക്കട്ടെ. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ വിശ്വസിക്കാം. വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. എല്ലാ ദിവസത്തെ പോലെ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്കുണ്ടാകും എന്ന വചനത്താൽ നമുക്ക് എന്ത് ചെയ്യാം? ദൈവസന്നിധിയിൽ നന്ദി പറയാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത്